ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ടെക് ഫോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത്. ഞാൻ പുതിയതായി ചെയ്യാൻ പോകുന്ന വീഡിയോ പോക്കോ X3 എന്ന ഡിവൈസിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ പഴയ വീഡിയോ, അതായത് ലാസ്റ്റ് ചെയ്ത പോക്കോ X ന്റെ ഫുൾ റിവ്യൂല് നിങ്ങൾ വ്യൂസ് വളരെ കുറവായിരുന്നു, അതുപോലെ ലൈക്സ് എല്ലാം വളരെ കുറവാണ്. അതുപോലെ തന്നെ കാണുന്ന വ്യൂവേഴ്സിൽ പലരും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് മറ്റൊരു ചാനൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ചാനലിന്റെ പേരെന്ന് പറയുന്നത് റേജ് മാഡി എന്നാണ്. ഒരു ഗെയിമിംഗ് ചാനലാണ്. അതിനകത്ത് ഫ്രീ ഫയറിന്റെ ടിപ്സും ട്രിക്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗീവ് അവേസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ദയവായി ആ ചാനൽ കയറി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ പുതിയ യൂട്യൂബറെയും സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, പോക്കോ X3 എന്ന ഡിവൈസിൽ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. കണ്ടില്ല, ഇതാണ് പോക്കോ X3 ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ബോക്സ്. ഇതാ അത്യാവശ്യം വളരെ നല്ലൊരു പാക്കിങ് തന്നെയാണ്. ഇതാ ഇതിന്റെ ബാക്കിലായിട്ട് ഇതാ മെയിൻലി ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. Qualcomm Snapdragon 732G 6.5 mAh ബാറ്ററി, പിന്നെ 64 മെഗാ പിക്സലിന്റെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എന്നാണ് പറയുന്നത്, AI കോഡ് ക്യാമറ ആണ്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ 6.67 ഇഞ്ചിന്റെ ഒരു പഞ്ച് ഹോൾ സ്ക്രീനാണ് വരുന്നത്. ഇത്തവണ ഡ്യുവൽ പഞ്ച് ഹോൾ മാറ്റി ഒരു സിംഗിൾ പഞ്ച് ഹോൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ബാക്ക് സൈഡ് കണ്ടില്ല, ഈ സൈഡിലായിട്ട് അതിന്റെ MRP കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 20,999 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആക്ച്വൽ വില എനിക്ക് സെയിലിൽ കിട്ടിയത് 16,999 വിലയ്ക്കാണ് കിട്ടിയത്, ഡിസ്കൗണ്ടിന്റെ കൂടെ. ഇപ്പോഴത്തെ MRP എന്ന് പറയുന്നത് 18,500 ഓക്കെ, നമുക്ക് ടൈം കളയാൻ നേരെ ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിനെ അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്, പോക്കോയുടെ ലോഗോ ഉള്ള. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒബിയസ്ലി ഇതിന്റെ കേസും കാര്യങ്ങളും ആയിരിക്കും. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡിവൈസ് ഇതാക്കണല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഡിവൈസ്. പോക്കോ X3 എന്ന ഡിവൈസ് ആണല്ലേ, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്കാണ് വരുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഇതിന്റെ അകത്ത് മറ്റെന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടെന്ന് നോക്കാം. കണ്ടില്ല, ഇതാ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു USB Type-C കേബിളും വരുന്നുണ്ട്. ഇത് ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് അതൊന്ന് പുറത്തെടുക്കാം. കണ്ടേ, ഇത് 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. കണ്ടേ, അതിനകത്ത് കറക്റ്റ് എടുത്തിട്ടുണ്ട്. 33 വാട്ട് വരെയാണ് മാക്സിമം ചാർജ് വരുന്നത്. അതിൻ്റെ കൂടെ USB A to ഒരു C കേബിളാണ് വരുന്നത്. അതിനകത്ത് കണ്ടില്ലേ, ആ കേബിൾ USB-C കേബിളിനകത്ത് ഒരു ചെറിയ ഓറഞ്ച് കളറിലുള്ളൊരു കളർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ടച്ച് തന്നെയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ ചെറിയ ബോക്സിനകത്ത് എന്താണ് കണ്ടന്റുകളൊന്ന് നോക്കാം. സിം ഇജക്ടർ ടൂളാണ് ഫസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് സിലിക്കൺ കേസ്, അതൊരു പോക്കോയുടെ ഒരു എന്താണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇതിവിടെ വെച്ചിട്ട് ഇതിനകത്ത് ഈ കേസ് എങ്ങനെയുള്ളത് നോക്കാം. ഒരു ക്ലിയർ കേസാണ്, കണ്ടില്ലേ, സിലിക്കൺ കേസ്. കുഴപ്പമില്ല, അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോക്കോ X3 വന്ന കവറിന്റെ ക്വാളിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ക്വാളിറ്റി എന്നാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല, കഴിഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് അടുത്ത ഡിവൈസിലേക്ക് വരാം. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെയാണ് വരുന്നത് പോക്കോ X3 എന്ന ഡിവൈസ്. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഒരു പുതിയൊരു ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ക്യാമറ കട്ടൗട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈനിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിന്റെ സെറ്റപ്പ് എല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ ബാക്ക് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. അത് ഇപ്രാവശ്യം പോക്കോ X-ന്റെ ഗ്ലാസ് ബിൽഡ് മാറ്റി പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ല, ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പോക്കോ എന്നൊരു ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബ്രാൻഡിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതിന്റെ യാതൊരു തരത്തിലുള്ള കൺവീനിയൻസും എനിക്ക് ഫീൽ ആയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇതിന്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു ചീപ്പ് ഫീലിന് വരുന്നുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്തതല്ല. സാംസങ്ങിന് M51 പോലുള്ള യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക് മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഇതിലെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ നല്ല പ്ലാസ്റ്റിക് തന്നെയാണ്. എന്നാലും ആ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ആ മോഡലിങ്ങും ആ വന്നിരിക്കുന്ന ഷെയ്ഡ്സ് എല്ലാം കൊള്ളാം. പക്ഷേ ഈ ബ്രാൻഡിങ് ഇപ്പോഴും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ക്യാമറ മൊഡ്യൂൾ ആയാലും അത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഗ്ലോസി ഫിനിഷും കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിലുള്ള അല്ലേ. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇത് പവർ ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിന്റും വരുന്നത്. ഇത് വളരെ നല്ലൊരു അലൈൻമെന്റ് തന്നെയാണ്. കറക്റ്റ് ഒരു വൺ ഹാൻഡ് റീച്ച് ആവുന്ന രീതിയിലുള്ള തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീയും വരുന്നുണ്ട്.
അതിന്റെ ടോപ്പ് കോർണറിലായിട്ട് കാണില്ലേ ഇപ്രാവശ്യം ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പീക്കറിന്റെ മുകളിലെ ടോപ്പ് ആൻഡ് ഔട്ടിന്റെ കട്ടൗട്ടാണ് നിങ്ങൾ കാണുന്നത്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു സെക്കൻഡറി മൈക്ക് വരുന്നുണ്ട്, പിന്നെ IR ബ്ലാസ്റ്റർ, പിന്നെ ഈ സൈഡിലായിട്ട് സിം ട്രേ ആണ് വരുന്നത്. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. പിന്നെ അടുത്ത് ഇതിന്റെ ബോട്ടം പോർഷനിലായിട്ട് ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, മൈക്ക്, പിന്നെ മെയിൻ സ്പീക്കർ. ഇത്രയാണ് ഡിസൈനിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഡിസ്പ്ലേയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 6.67 ഇഞ്ചിന് സിംഗിൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമുള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. വളരെ സ്മോൾ ആയിട്ടുള്ള പഞ്ച് ഹോളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഗൈസ് ഇപ്രാവശ്യം ഒരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പഞ്ച് ഹോൾ സെറ്റപ്പും വരുന്നുണ്ട്. അതിന്റെ കൂടെ 120 Hz തന്നെയാണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫുൾ HD പാനൽ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു അഡീഷണൽ ബോണസ് ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ 240 Hzന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടച്ചിനോടുള്ള എന്താ പറയുക ഈ ഫോൺ റെസ്പോണ്ട് നമ്മുടെ ടച്ചിനോട് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡായിരിക്കും, അത്രയും സ്മൂത്ത് ആയിട്ടുള്ള, അത്രയും മില്ലി സെക്കൻഡിലായിരിക്കും അത്രയും ടച്ച് റെസ്പോൺസ് വരുന്നത്. അത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബാക്ക് പോളികാർബണേറ്റ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഫിംഗർ പ്രിന്റ്സ് എല്ലാം നമുക്ക് എന്താ പറയുക കാണില്ല, ഇവിടെയൊക്കെ എന്റെ ഫിംഗർ പ്രിന്റിന് ഇതെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച് ആകാൻ വളരെ എളുപ്പമാണ്. ഗ്ലാസിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള കേസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മറ്റൊരു ഹാർഡ് കേസോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കിന്ന് എന്തെങ്കിലും ഒട്ടിക്കണം തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ സ്ക്രാച്ച് വരാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. സോ ഗൈസ് അടുത്ത് നമുക്ക് ഇതിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇതിലെ ഡിസ്പ്ലേ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ തന്നെ ആയതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. കണ്ടല്ലേ, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സാമ്പിൾ ഫുട്ടേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്, ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ വളരെ ഷാർപ്പ് ഡീറ്റെയിൽസും വരുന്നുണ്ട്. കളർ കാലിബ്രേഷൻ എല്ലാം വളരെ ഓക്കെയാണ്. എന്ന് പറയാൻ യാതൊരു തരത്തിലുള്ള ഓവർ സാച്ചുറേഷനോ എന്താ പറയുക അങ്ങനെയുള്ള ഒരു ഇതും ഷാർപ്പനിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ട്രൂ ടു നാച്ചുറൽ ഡിസ്പ്ലേ എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. വളരെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ സെറ്റപ്പ് ആണ്. ഇപ്രാവശ്യം നോർമൽ സിംഗിൾ സ്പീക്കർ മാറ്റി പോക്കോ X3-ക്കകത്തൊരു ഡ്യുവൽ സ്റ്റീരിയോ സെറ്റപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു സാമ്പിൾ ഓഡിയോ ഫുട്ടേജ് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഈ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പിൾ ഓഡിയോ ഫുട്ടേജ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട് നോക്കിയിട്ട് സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ കഴിയും. നല്ല ലൗഡാണ്, നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകണല്ലോ. രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒന്നാണ് മെയിൻ സ്പീക്കർ ഒന്ന് ഇവിടെയാണ്. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. യാതൊരു തരത്തിലുള്ള ഡിസ്ട്രോഷൻ ഇഷ്യൂ ഒന്നും കേട്ടില്ല. നല്ല ക്രിസ്പ് ആയിട്ടുള്ള വോയിസ് ആണ് വരുന്നത്. കണ്ടേ, നല്ല ലൗഡാണ്. നിങ്ങളിപ്പോൾ കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. വളരെ നല്ല ലൗഡായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് തന്നെയാണ്. യാതൊരു ക്വാളിറ്റി ഇഷ്യൂസും ഇല്ല. സൗണ്ട് എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് എനിക്ക് പറയാൻ കഴിയും. അതുപോലെ ബേസ് എല്ലാം ഓക്കെയാണ്. എന്നാലും ഹൈ ലെവലിലുള്ള ബേസ് ഒന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ പ്രൈസ് സെഗ്മെന്റ് വെച്ചുള്ള വളരെ നല്ല ഒരു സ്പീക്കർ എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു ഒരു പ്ലേ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ വെർട്ടിക്കലി വെച്ചോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിലോ പോർട്രേറ്റിലോ വെച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ബാക്ക് പാനലിന്റെ ഇവിടെ ആയിട്ട് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ വരുന്നുണ്ട് ഫുൾ സൗണ്ടിന്. അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിവിടെ വൈബ്രേഷൻ അടിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സാമ്പിൾ ഓഡിയോ ഫുട്ടേജിന്റെ കൂടെ തന്നെ നേരത്തെ വീഡിയോ ഫുട്ടേജ് പ്ലേ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും എനിക്ക് ഈ പോർഷനിലായിട്ടൊരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഫുൾ വോളിയത്തിനകത്ത്. അത് എനിക്ക് തോന്നുന്നു ഈ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ കഴിയും. അപ്പൊ ഞാൻ അടുത്ത ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. സോ ഗൈസ് അടുത്ത് നമുക്ക് ഇതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന 2 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് കണ്ടേ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതിന്റെ കൂടെ ഫേസ് അൺലോക്കിന്റെ ഫീച്ചറും തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഫിംഗർ പ്രിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് തന്നെയാണ്, വളരെ ഫാസ്റ്റും ആണ്. പക്ഷേ പോക്കോ X2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ രീതിയിലുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് എന്താ പറയുക ടൈമിലൊരു ചെറിയ സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പോക്കോ X നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം. ആ ഫിംഗർ പ്രിന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അത് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഫേസ് അൺലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് അൺലോക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലേ, ഞാൻ ഓപ്പൺ ചെയ്തു സ്ക്രീൻ ഓൺ ആയതുള്ളപ്പോഴേക്കും അൺലോക്ക് ആയിട്ടുണ്ട്. കണ്ടല്ലേ, ഒന്നുകൂടെ കാണിക്കാം. ഇതാകണല്ലേ, ഞാൻ കറക്റ്റ് സ്ക്രീൻ ഓൺ ആയി വന്ന സമയത്ത് തന്നെ അൺലോക്ക് ആയി. ഇപ്പൊ സ്ക്രീനിൽ തന്നെ നിൽക്കുകയാണ്. അതിന്റെ ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. നമുക്കത് ഓഫ് ആക്കിയ ശേഷം ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ അത് ഒന്നുകൂടെ ഇത് ചെയ്തിരിക്കുകയാണ്. ഇതാ ഞാനിപ്പോൾ നോക്കുന്നില്ല, നോക്കിയെന്നാ കണ്ടില്ല, ഇൻസ്റ്റന്റ് അൺലോക്കിംഗ് ആണ്. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം.
ഇപ്പം ഞാൻ നോക്കുന്നില്ല, കണ്ടേ നോക്കി ഉടനെ അൺലോക്ക് ആവുന്നുണ്ട്. ഒന്നുകൂടെ ചെയ്യാം. ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. നേരത്തെ ആ ഡിലേ ഇല്ലായിരുന്നു, ഇപ്പൊ എന്തിട്ടാണ് ഡിലേ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല സ്പീഡായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഫേസ് അൺലോക്കിന് എവിടെയോ ഒരു ചെറിയ ഡിലേ വരുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അല്ലാത്ത പക്ഷം വളരെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് തന്നെ പോക്കോ X3 വരുന്നുണ്ട്. സോ ഗൈസ്, അടുത്ത് നമുക്ക് ഇതിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കാം. കണക്ടിവിറ്റിയുടെ ഭാഗത്ത് ഇതിനകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ 2x2 മിമോ എന്നൊരു പുതിയ ഫീച്ചർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ കണക്ടിവിറ്റി, ബെറ്റർ ഇന്റർനെറ്റ് സ്പീഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ വൈഫൈ പോലുള്ള ഫീച്ചറും GPS അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റിയുടെ ഭാഗത്ത് വളരെ നല്ല ഫീച്ചറിലോടായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് പോക്കോ X3 എന്ന് പറയുന്നത്. കണക്ടിവിറ്റിയുടെ ഭാഗത്തിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ വരത്തില്ല. സോ ഗൈസ്, അടുത്ത് നമുക്ക് പോക്കോ X3 ബാറ്ററിയെ കുറിച്ച് സംസാരിക്കാം. ബാറ്ററിയുടെ സെക്ഷനിൽ ഇപ്രാവശ്യം പോക്കോ എന്ത് പറയാൻ വളരെ നല്ലൊരു ജോബാണ് ചെയ്തിരിക്കുന്നത്. 6000 mAh ഒരു വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത്. അതായത് വളരെ എന്താ പറയുക, കഴിഞ്ഞ ഒരു പോക്കോ X2 അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4500 നിന്ന് 6000 mAh വരുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതായത് ബാറ്ററി ഇത്രയും വലുതാവുന്നതുകൊണ്ട് തന്നെ ഫോൺ വെയിറ്റ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി കൂടെ ബൾക്കി ആയിട്ടുണ്ട്. പക്ഷേ ഈ ബാറ്ററി വളരെ നല്ല ബാക്കപ്പും തരുന്നുണ്ട്. ഈ 6000 mAh ബാറ്ററിയുടെ കൂടെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇൻബോക്സിനെ തരുന്നുണ്ട്. നേരത്തെ ഞാനത് കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ചാർജും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സമയത്ത് വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. വളരെ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ ഒരു 40 വരെയൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ട്. അതിൽ കൂടുതൽ ഇതുവരെ പോയിട്ടില്ല. അതുപോലെ തന്നെ വളരെ നല്ലൊരു ബാക്കപ്പ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിടത്തോളം 120 ഹെഡ്സിലിട്ട് മാത്രമാണ് ഇതിനെ ഞാൻ യൂസ് ചെയ്തത്. വളരെ കുറച്ച് ടൈം എൻ്റെ കയ്യിൽ ഈ സെറ്റ് വന്നിട്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ നല്ല ബാക്കപ്പാണ് കിട്ടിയത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ പോക്കോ X3 പോക്കോ X2 അപേക്ഷിച്ച് വളരെ നല്ലൊരു ജോബാണ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് പോക്കോ X3യുടെ ഒരു സാമ്പിൾ ഗെയിം പ്ലേ ഫുട്ടേജ് ആണ്. ഞാൻ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് സ്ക്രീൻ റെക്കോർഡർ വഴിയാണ് ഈ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ കോൾകോമിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണ്. ഇത് വേൾഡിൽ തന്നെ ഫസ്റ്റ് ഫോണാണ് ഈ പ്രോസസ്സറുമായിട്ട് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോഴ്സ് ക്രയോ 470 കോഴ്സാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.3 GHz ആണ്. അതായത് 730G അപേക്ഷിച്ച് 10% ക്ലോക്ക് സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 730Gക്ക് 2.2 GHz ആണ്, ഇതിനകത്ത് 2.3 GHz ആണ്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന GPU Adreno 618 തന്നെയാണ് 730G പോലെ. പക്ഷേ അതിലും 15% പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ബെറ്റർ കൂളിംഗ് ടെക്നോളജിയും പോക്കോ ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് ലിക്വിഡ് കൂളിംഗ് പ്ലസ് ടെക്നോളജിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബെറ്റർ ആയിട്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ ഒരു 20% വരെ ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഗെയിം പ്ലേക്കകത്ത് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും തോന്നിയില്ല. എനിക്ക് 730Gയിൽ ഗെയിം പ്ലേ പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഇത് ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ എഫിഷ്യൻ്റ് ആണ്. അത്രയും പെട്ടെന്നൊന്നും ഹീറ്റ് ആവുന്നില്ല. പോക്കോ X2 അപേക്ഷിച്ച് ഇത് കണ്ടിന്യൂസ് 2 hours ഒക്കെ ഗെയിം പ്ലേ നടത്തുമ്പോൾ മാക്സിമം 41 ഡിഗ്രി വരെയൊക്കെ ഹീറ്റ് ആവുന്നുള്ളൂ. പോക്കോ X2 ഒരു 43 വരെയൊക്കെ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മാസീവ് ബാറ്ററി ഒരു 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് നമുക്ക് ഒരുപാട് നേരം നമുക്ക് ഇതുപോലെ തന്നെ കളിക്കാനും സാധിക്കും. അതിൻ്റെ കൂടെ ഈ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഒരു ഡിവൈസ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും പോക്കോ X3 എന്ന ഡിവൈസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലായാലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയാലും വളരെ നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ഈ ഡിവൈസിൽ നിന്ന് കിട്ടും. സോ ഗൈസ്, അടുത്ത് നമുക്ക് ഇതിന്റെ ക്യാമറയെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ വരുന്നത് ഒരു കോഡ് റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ വരുന്നത്. 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ സോണിയുടെ IMX682 ആണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും പോക്കോ X2 686 ആയിരുന്നു, ഇതിനകത്ത് 682 ആണെന്ന്. അപ്പോൾ ഒരു ഡൗൺഗ്രേഡ് അല്ലേ എന്ന് തോന്നും. പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിടത്തോളം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. 682ന്റെ സെയിം ടു സെയിം രീതി തന്നെയാണ് വരുന്നത്. എന്താ പറയുക, നമ്പറിലും ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് 682 ഇതിന് വരുന്ന ആപ്പറേച്ചർ എല്ലാം സെയിം ടു സെയിം ആണ്. 1.89 ആപ്പറേച്ചർ ആണ് വരുന്നത്. 686 സെയിം ആപ്പറേച്ചർ ആണ് വരുന്നത്. അതുപോലെ ഇതിനകത്തും 4K 30 ഫ്രെയിംസ് വരെ EIS സപ്പോർട്ടോടെ ഷൂട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ എൻ്റെ സെക്കൻഡ് ലെൻസ് എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ലെൻസാണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസാണ്. പോക്കോ X2 8 മെഗാപിക്സലിൻ്റെ ആയിരുന്നു. ഇതിനകത്ത് 13 മെഗാപിക്സലിൻ്റെ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ കൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി വരുന്നത് സെയിം ലെൻസ് തന്നെയാണ്. 2 മെഗാപിക്സലിൻ്റെ ഡെപ്തും 2 മെഗാപിക്സലിൻ്റെ മാക്രോയും. ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതിനകത്തൊരു ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് തോന്നിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് മാക്രോ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഈ 2 എന്നുള്ളത് മാറ്റി ഒരു 5 മെഗാപിക്സലിന്റെ ഡെപ്തും മാക്രോ ആണ് കൊടുത്തിരുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഫുട്ടേജസ് ക്യാപ്ചർ ചെയ്യാൻ കഴിയുമായിരുന്നു.
അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കോഡ് LED ഫ്ലാഷും വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു സിംഗിൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലിന്റെ f2.0 ആപ്പറേച്ചറിന്റെ കൂടെയാണ് വരുന്നത്. ഇതും നേരത്തെ സെയിം ക്യാമറ തന്നെയാണ് പോക്കോ X2 ഉപയോഗിച്ചിരുന്ന, യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഡ്യുവൽ ക്യാം സെറ്റപ്പിൽ ആ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമിനെ എടുത്ത് മാറ്റി ഒരു സിംഗിൾ പഞ്ച് ഹോൾ സെൽഫി ആക്കിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക മറ്റൊരു പ്രത്യേക രീതിയിലുള്ള ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഞാൻ സ്ക്രീനിൽ കുറച്ച് സാമ്പിൾ ഷോർട്സും ഫുട്ടേജസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇതായിരുന്നു പോക്കോ X3 എന്ന ഡിവൈസിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പോക്കോ X2 യൂസർ ആണെങ്കിൽ നിങ്ങൾ പോക്കോ X3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം പോക്കോ X2 എന്ന ഡിവൈസ് ആൾറെഡി വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലായാലും ശരി, പെർഫോമൻസിന്റെ കാര്യത്തിലായാലും വളരെ നല്ലൊരു പെർഫോമൻസും ഔട്ട്പുട്ടും ക്യാമറ ഔട്ട്പുട്ടും എല്ലാം തരുന്ന ഒരു ഡിവൈസ് തന്നെയാണ് പോക്കോ X2. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഇതിൽ വന്നിട്ടില്ല. ആ സ്റ്റീരിയോ സ്പീക്കറും 6000 mAh ബാറ്ററി മാത്രമാണ് ഇതിൽ പുതിയതായി വന്നിരിക്കുന്ന ഒരു അഡീഷൻ. അതിനെക്കാളും എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പോക്കോ X2 ഡിവൈസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയും. എന്നാൽ നിങ്ങളൊരു പുതിയ ഡിവൈസ് പർച്ചേസ് ചെയ്യാനാണ് പ്ലാനിങ് എങ്കിൽ, 20,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് പോക്കോ X3 എന്ന ഡിവൈസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഏക ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ബാക്ക് പാനൽ ഫുൾ വോളിയത്തിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു ഇഷ്യൂ ഇതിൽ വരുന്നില്ല. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ ബൈ.